ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് ഗൈസ്. അതെ, ഞാൻ ഇന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 23 വർഷമാകാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു 6-6:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ എണീച്ച് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് നേരെ നമ്മളിവിടെ അടുത്തുള്ളൊരു കൃഷ്ണൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം സംഭവം വെച്ചാൽ ബർത്ത്ഡേ അല്ലേ, ഇപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്താ ദൈവഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് കരുതി അങ്ങനെ പോകുന്നതാണ് തൊഴുവാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊണ്ടാണ് പേര് വരുന്നത്. അപ്പം നല്ലൊരു ക്ഷേത്രം കേട്ടോ. എനിക്ക് അകത്ത് കയറിയപ്പം എന്താ ഒരു വേറെ ഫീല് പോലെ തോന്നിയത്. ഭയങ്കര കാമാണ് അവിടെ പോയി. പൊതുവേ എല്ലാ അമ്പലത്തിലും നല്ല സമാധാനം, അത് കണക്ക് തന്നെ നല്ല ഒരു മൈൻഡ് തരുന്നൊരു ഇതാണല്ലോ. പക്ഷെ എനിക്ക് ഇവിടുത്തെ അമ്പലം കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് തോന്നി. അകത്ത് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. അകത്ത് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ എഴുതിയൊന്നും വച്ചിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടില്ല അവിടുത്തെ അകത്തത്തെ. പിന്നെ ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. ഇത് കൂട്ടുപണി, ഞാൻ ഇടയ്ക്ക് വെച്ച് പേടിച്ചെന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോയപ്പോൾ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ അമ്പലത്തിൽ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് തൊഴുത്ത് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. ഒരു 10 മിനിറ്റോളം അമ്പലത്തിനകത്തും കുറേ ഇരുന്നു. പിന്നെ പുറത്ത് കുറച്ച് ദൈവങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ തൊഴുതു. പിന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് വെച്ചാൽ അവിടെ അമ്പലത്തിൽ ഈ താമര മാലയെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ താമര കൊണ്ട് വെക്കും, അല്ലെങ്കിൽ താമരയുടെ മാല യൂസ് ചെയ്യും. പിന്നെ താമരയുടെ ഇതളിൽ ചന്ദനോ അതേപോലെ തുളസിയുടെ ഒരു ഇതളം കാണും. അതും കൂടെ വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. അതെനിക്കൊരു വേറെ ഒരു ഇത് തോന്നി, കാരണം എനിക്ക് ഇന്നേ വരെ ഒരു അമ്പലത്തിലും പോയിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ 1-2 കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ അവിടെയൊക്കെ വച്ചേക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തിനോട് എല്ലാ കാര്യം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് പിന്നെ ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരുങ്ങി. പിന്നെ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമല്ലോ. അപ്പം നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ID കാർഡ് കിട്ടിയായിരുന്നു ഇന്ന്. അങ്ങനെ ID കാർഡൊക്കെ കിട്ടി, കുറച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്തു. പിന്നെ ബർത്ത്ഡേ എന്നൊരു ഫീലൊന്നും എനിക്ക് ഇത്തവണ തോന്നിയിട്ടില്ല. മീൻസ് പിന്നെ ഒരുപാട് പേര് വന്ന് വിഷ് ചെയ്തു കേട്ടോ. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതും അല്ലാണ്ടുള്ള എൻ്റെ ഇളയവരായാലും മുതിർന്നവരായാലും റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരുപാട് പേരൊന്ന് വിഷ് ചെയ്തു. പിന്നെ 12 മണിക്കൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര നല്ലൊരു സന്തോഷം തന്നു. അശ്വതി എന്നാണ് ആളുടെ പേര്. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്കത് ഓർത്തില്ല ഞാൻ പെട്ടെന്ന്. പിന്നെ പുള്ളിക്കാർക്ക് ഞാൻ തിരിച്ചും വിഷ് ചെയ്തു. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് എനിക്ക് അവിടെ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അവരൊക്കെ വന്നു, അവർ 2 നേരം ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തു പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. ഹോസ്റ്റലിൽ പിന്നെ ഞാൻ കയറിയിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ബിരിയാണിയായിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് സുഭാഷ് പാർക്കിലാണ്. ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. എപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ഈ പാർക്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി ഇരിക്കാനായിട്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ പോയി അവിടെ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ, അവിടെ പോയി ഇരുന്നിരിക്കുന്നത് നല്ല രസം, നല്ല വൈബാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ഈ സ്ഥലത്ത് തന്നെ വരണം. മറൈൻ ഡ്രൈവിലാണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ പോകാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ നിന്നായാലും ഇവിടെ നിന്നാലും വ്യൂ ഒക്കെ ഒന്നായതുകൊണ്ട് എനിക്ക് അങ്ങ് വരെ നടന്ന് പോകാൻ വയ്യാത്തതുകൊണ്ടൊന്നും നടന്നാണ് കേട്ടോ പോയത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അത്രയും ദൂരം നടന്നാൽ പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ സുഭാഷ് പാർക്കിൽ തന്നെ വന്നിരിക്കുക. ഞാൻ കുറേ നേരം വന്നിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാനിങ്ങനെ കുറേ നേരം ഒറ്റയ്ക്കൊക്കെ, അതൊരു വേറെ ഫീൽ ആട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം, ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കണം. അതൊക്കെ നമുക്ക് ആരെയും ഇത് നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം പോവാം എന്നുള്ളതാണല്ലോ. പിന്നെ കുറേ നേരം സന്ധ്യ ചെയ്യാൻ പിന്നെ വന്നപ്പോൾ എനിക്ക് 5:30-6 മണി വരെ അവിടെ ഇരുന്നു. അത്രയും നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ വന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ബർത്ത്ഡേ എന്നൊരു ഫീലില്ല, പക്ഷേ
ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ എല്ലാവർക്കും. എനിക്കങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നു, ഓരോ കാര്യങ്ങളെ ഭാവിയെ പറ്റിയൊക്കെ ചിന്തിച്ച് കുറേയൊക്കെ ആലോചിച്ചൊക്കെ ഇരുന്നു. പിന്നെ നേരെ രാത്രിയായപ്പം എൻ്റെ റൂമിലുള്ളൊരു ചേച്ചിയുണ്ട്, ലിൻസ് ചേച്ചി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് വാ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ പുള്ളിക്കാരിയോടൊപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു ഐസ്ക്രീമിലൂടെ ഞാൻ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് സ്നേഹ എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിരിക്കും. ബൈ ബൈ.